വി വിനോദും സാരംഗും ഡാൻ കുര്യനുമുണ്ട്. നമുക്ക് വിനോദിലേക്ക് ഒന്ന് പോകണം. വിനോദ്, 4 വളരെ പ്രധാനപ്പെട്ട തീവണ്ടികളാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. 4 തീവണ്ടികൾ, അതായത് അമൃത ഭാരത് എക്സ്പ്രസ് അടക്കം സാധാരണക്കാരുടെ യാത്രാ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അമൃത ഭാരത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീവണ്ടിയാണ്. അത് റെയിൽവേ ചരിത്രത്തിലും ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നടത്തുന്ന നീക്കങ്ങൾ ഇത് ആദ്യമായല്ല. തിരുവനന്തപുരത്ത് അങ്ങനെ അല്ലെങ്കിൽ കേരളത്തിന് കുറച്ച് കൂടുതലായി റെയിൽവേയുടെ പരിഗണന ലഭിക്കുന്നത്. നേരത്തെ ഒ രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള സർവീസുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ പിടിച്ച ശേഷം 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുമെന്ന പ്രഖ്യാപനമുണ്ടായി. അതിന് പിന്നാലെ 2 ചടങ്ങുകൾ എന്ന അറിയിപ്പ് വന്നു. 2 മണിക്കൂർ മാത്രമാണ് ഇന്ന് പ്രധാനമന്ത്രി ചെലവഴിക്കുന്നതെങ്കിൽ പോലും ഏറ്റവും നിർണായകമായ പ്രഖ്യാപനമാണ്. അതിലൊന്നാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടത്. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗലൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ സർവീസ് തുടങ്ങുന്നതാണ് തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്. നാഗർകോവിൽ നമുക്കറിയാം തമിഴ്നാട് മേഖലയാണ്, പക്ഷേ തിരുവനന്തപുരവുമായി അതിർത്തി പങ്കിടുന്ന ഇടമാണ്. ആ ടൌണിൽ നിന്ന് നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച് മംഗളൂരു വരെ, അതായത് കേരളത്തിന്റെ തെക്കിനും അല്പം മാറി തുടങ്ങി വടക്ക് ഒരല്പം മാറി അവസാനിക്കുന്നു. പക്ഷെ അതിന്റെ സർവീസ് മുഴുവൻ നടക്കുന്നത് കേരളത്തിലൂടെയാണ്. അങ്ങനെ പ്രധാനമായും ഈ 3 അമൃത് ഭാരത് എക്സ്പ്രസുകളും കേരളത്തിനുള്ള സമ്മാനമായി ലഭിക്കുന്നു. മറ്റൊന്ന് ഗുരുവായൂർ തൃശൂർ പാസഞ്ചറാണ്. ഈ പാസഞ്ചറിന്റെ ഫ്ളാഗ് ഓഫും ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും. നാഗർകോവിൽ, ചർലാപ്പള്ളി, കോയമ്പത്തൂർ, ധൻബാദ് ഇങ്ങനെ 2 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും നടക്കുന്നുണ്ട്. ഈ 2 ട്രെയിനുകളും തമിഴ്നാടിന് അനുവദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ 6 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫാണ് ഇന്ന് ആകെ നടക്കുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ അമൃത് ഭാരത് ട്രെയിനുകൾ 4 പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 തിരുവനന്തപുരത്ത് നിന്ന് 2 ആരംഭിക്കുന്നു. മറ്റൊന്ന് നാഗർകോവിലിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വഴി കടന്നുപോകുന്ന മംഗളൂരു എക്സ്പ്രസ് ആണ്. അങ്ങനെ വലിയ പ്രാധാന്യം രഞ്ജിത്ത് തിരുവനന്തപുരത്തിന് നൽകുന്നുണ്ട്. നമുക്കറിയാം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു കാഹളം, ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഒരു കാഹളമായി തന്നെയാണ് ഇന്നത്തെ ഈ പരിപാടിയെ ബി.ജെ.പി. പ്രവർത്തകർ കാണുന്നത്. കാരണം ചെറുതല്ലാത്ത ആത്മവിശ്വാസമാണ് തിരുവനന്തപുരം നഗരസഭ. ഏതാണ്ട് 40 വർഷത്തോളം LDF ഭരണത്തിലുണ്ടായിരുന്ന നഗരസഭ അത് പിടിച്ചെടുക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പിയുടെ മേയർ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഗിരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, എങ്ങനെയാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവിനെ ബി.ജെ.പി. കാണുന്നത്? നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിന്റെ തുടക്കമായി കൂടി ഇത് പരിഗണിക്കാം. ഉറപ്പായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളിൽ ആദ്യത്തെ വാഗ്ദാനമാണിത്. നരേന്ദ്രമോദി ഇവിടെ എത്തിച്ചേരും. നമുക്ക് വേണ്ടി, തിരുവനന്തപുരത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കും. അത് നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരിക്കും ഇദ്ദേഹത്തിന്റെ യാത്രയും ഇദ്ദേഹത്തിന്റെ വരവും ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും. കേരളത്തിന് സമ്മാനമായി 4 ട്രെയിനുകളാണ്. അതെ, ഇനിയുണ്ട് ഒരുപാട് സമ്മാനങ്ങൾ. അദ്ദേഹം ഇനിയും ഒരുപാട് വരാനുണ്ട്. ട്രെയിനുകൾ മാത്രമല്ല, മറ്റൊരുപാട് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിലുണ്ടാവും. നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് കാണുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി തിരുവനന്തപുരം നഗരത്തിന്റെ ചില കാര്യങ്ങൾ കൂടി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ അത് വിശദമായ ഒരു പഠനത്തിന് ശേഷമായിരിക്കും അതിൽ പ്രഖ്യാപനം. അതെ, അത് കുറച്ചുകൂടി കൂടുതലായിട്ട് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായതുകൊണ്ട് വലിയ ആത്മവിശ്വാസമല്ലേ. PM വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉത്സവമല്ലേ. വരട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാം. വലിയ നീക്കമാണ് ഉണ്ടായത്, വലിയ രാഷ്ട്രീയ നീക്കമാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അല്ല, അതൊക്കെ പിന്നെ പറയാം. നമുക്ക് ഇപ്പോ ഇതൊന്നും പ്രോഗ്രാം കഴിയട്ടെ. വലിയ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും അത് നല്ലതാണ്. നാടിന് നല്ലതാണെന്ന് തന്നെ നമുക്ക്. നാടിനല്ല, കേരളത്തിന് മൊത്തം നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരളം മാറ്റിയെടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത വികസനമാണ് കൊണ്ടുവരാൻ പോകുന്നത്. കേരളം ഇതുവരെ കാണാത്ത വികസനമാണ് നിലവിൽ 2020യുടെ ചില പ്രതിനിധികൾ അങ്ങയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അതൊക്കെ ഉണ്ടാവുമല്ലോ. അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ. എത്രയോ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകുന്നു, കോൺഗ്രസിൽ നിന്ന് പോകുന്നു. എല്ലാ പാർട്ടിയിലും ഉള്ളതല്ലേ. ഇത് ആശയപരമായിട്ട് ചിലപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ 99% നമ്മുടെ കൂടെ നിൽക്കും, 1%, 2% പോകും. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ 1-2% പോകുമ്പോ
10-100% തിരികെ വരുമെന്നുള്ളതാണ്. ഈ കുന്നത്താമല്ല ശ്രീനിജന്റെ പ്രതികരണങ്ങളെ അതിനെപ്പറ്റിയൊന്നും വെറുതെ ഒറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത്. 2020 പാർട്ടിയെ കച്ചവടത്തിന് വേണ്ടി. അത് കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അതങ്ങനെ പറയൂ. അങ്ങയുടെ ബിസിനസ് താല്പര്യമാണിത്, കോർപ്പറേറ്റ് താല്പര്യമാണെന്നാണ് അമേരിക്കയിലെ കച്ചവടം പോയി. അത് ജനങ്ങള് തീരുമാനിക്കട്ടെ. എന്റെ താല്പര്യമാണോ, നാടിന്റെ താല്പര്യമാണോ, കേരളത്തിനാണോ പ്രയോജനം ചെയ്യുന്നതെന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. 2020 വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളെ കബളിപ്പിച്ചു എന്ന് കോൺഗ്രസ് പറയുന്നു. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്, അവരത് പറയട്ടെ. ഏതായിരുന്നാലും ഇന്നത്തെ ഈ പരിപാടിയിൽ ഏറ്റവും ഒരു വലിയ രാഷ്ട്രീയ നീക്കമായി ഞാനിപ്പോ ഇതിലേക്ക് ചേരുന്നതല്ലേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ലല്ലോ. രഞ്ജിത്ത്, ഇന്നത്തെ ഈ പരിപാടിയിൽ ഒരു വലിയ രാഷ്ട്രീയ നീക്കം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഇത് തന്നെയാണ്. ഇന്നലെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. 2020 എൻഡിഎയുടെ ഭാഗമാകുന്നു എന്ന പ്രഖ്യാപനം. അതിന് പിന്നാലെ LDFന്റെയും UDFന്റെയും ഭാഗത്തു നിന്നുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു. പക്ഷെ അതെല്ലാം രാഷ്ട്രീയമാണ്. കുറച്ചുപേർ പാർട്ടി വിട്ടുപോകുന്നത്, അതായത് എല്ലാ പാർട്ടിയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് സാബു ജേക്കബ് പറയുന്നത്. ഏതായിരുന്നാലും ഇന്ന് പ്രധാനമന്ത്രി വരുമ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കത്തിന് കൂടി കളമൊരുങ്ങി എന്നതാണ്. അതീവ രഹസ്യമായിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു നീക്കം ഉണ്ടാകുമെന്ന ചെറിയ സൂചനകൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് 2020 NDAയിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞത്. ആ തരത്തിൽ ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം. ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ചേട്ടാ, എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ? അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രാവശ്യം കേരളത്തിലെ പല മണ്ഡലങ്ങളും നമ്മൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പം പോകുന്നത്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ കാണുന്നത്? തിരുവനന്തപുരം നഗരസഭ പിടിച്ചിരിക്കുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതെ, തിരുവനന്തപുരം നഗരസഭ പിടിക്കുമ്പോൾ BJP പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, 45 ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ആ വാക്ക് പാലിക്കുന്നു. അതുപോലെ BJP പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാക്ക് പാലിച്ചിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നു. അതിന്റെ ഭരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കും. തിരുവനന്തപുരം സ്വദേശിയാണ്. അതെ, ഞാനിവിടെ പഴവങ്ങാടി സ്വദേശിയാണ്. ഒട്ടനവധി കാര്യങ്ങൾ പറയും. തെരുവുനായ ശല്യം, മാലിന്യ പ്രശ്നം. അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള നമ്മുടെ ഇപ്പോഴത്തെ മേയർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ ഷെൽട്ടറുകൾ കണ്ടുപിടിച്ച് അത് മാറ്റുമെന്ന് മേയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ ഈ ആമയഞ്ച് അതുകൊണ്ട് ഇതൊക്കെ മാറ്റുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കാണാം, നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. BJP നേതാവ് പാലോട് സന്തോഷ്, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ കാണുന്നത്? ഇത്രമാത്രം പാർട്ടിക്ക് ആത്മവിശ്വാസമുണ്ട്? അല്ല, നമ്മൾ പാർട്ടിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? തിരുവനന്തപുരത്തിന്റെ വികസനം, കേരളത്തിന്റെ വികസനം. നിങ്ങളൊന്ന് BJPയെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.